എന്താ മോളെ? അല്ല, കല്ലൊന്ന് ക്ലാസ്സിലെത്തിയിട്ടില്ലെന്ന് മെസ്സേജ് വന്നിരിക്കുന്നു. കല്ലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ബാലമാമേ. മോൾ ടെൻഷൻ ആവണ്ട, ചാർജ് തീർന്നായിരിക്കും. വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ, കല്ലു ഉണ്ടോ അവിടെ? അവളിവിടെ ഇല്ല, കോളേജിൽ പോയി. കല്ലു കോളേജിൽ എത്തിയിട്ടില്ലെന്ന് മെസ്സേജ് വന്നായിരുന്നു. അതെ, അവള് കോളേജിൽ എത്തിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കിപ്പോ അവളെ അന്വേഷിച്ച് നടക്കാനൊന്നും സമയമില്ല. അല്ല പിന്നെ എന്താ മോളെ പറഞ്ഞത്? അവള് വീട്ടിലും ഇല്ലാന്ന്. മോള് വിഷമിക്കണ്ട, ഞാനും ഗോവിന്ദനും കൂടി പോയി അന്വേഷിച്ചിട്ട് വരാം. വേണ്ട ബാലമമ്മേ, ഞാൻ തന്നെ പോവാം. ക്ലാസ്സിൽ ചെന്ന് അവളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമല്ലോ. ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. കല്ലുനെ ഇങ്ങനെ കണ്ടായിരുന്നോ? ഇല്ലില്ല. കല്ലുമോൾ എവിടെ പോയത് എന്റെ ഈശ്വര? ക്ലാസ്സിൽ അന്വേഷിച്ചിട്ട് അവർക്കാർക്കൊന്നും അറിയില്ല. സാധാരണ അവള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാത്തതാ. കല്ലു, 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 നീ എന്താ ഇവിടെ വന്നിരിക്കുന്നെ? ചേച്ചി, എടി, ചോദിച്ചു കേട്ടില്ലേ? എന്താ? ഞാനിനി പഠിക്കാൻ പോകുന്നില്ല ചേച്ചി. പഠിക്കാൻ പോകുന്നില്ലെന്നോ? ഞാനിനി എന്തെങ്കിലും ജോലിക്ക് പോവാ, അതായിരിക്കും നല്ലത്. കല്ലു, നീ എന്തൊക്കെയാ പറയുന്നേ? എന്താ നിനക്ക് പറ്റിയേ? ഞാൻ പഠിക്കണം, ചേച്ചിക്കല്ലാതെ വേറെ ആർക്കും താല്പര്യമില്ല ചേച്ചി. നീ കാര്യം പറ കല്ലു. ചേച്ചി ഇപ്പൊ അവിടുന്ന് പോയപ്പോ എനിക്കവിടെ ആരുമില്ല ചേച്ചി. അച്ഛനും അമ്മയ്ക്ക് ഞാൻ നന്നായിട്ട് പഠിക്കണമെന്നോ ജോലി വാങ്ങിക്കണമെന്നോ ഒന്നുമില്ല. നീ എന്തിനാ കല്ലു അച്ഛനോട് കാശ് ചോദിക്കാൻ പോയെ? എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ? ചേച്ചി ഇപ്പൊ ബാലമാമന്റെ വീട്ടിലല്ലേ, ഞാൻ എങ്ങനെ അവിടെ വന്ന് ചേച്ചിയോട് കാശ് ചോദിക്കുന്നത്? അത് ശരിയാണോ? അതുമല്ല, ചേച്ചി ഇപ്പൊ കച്ചവടത്തിലൊന്നും പോകുന്നില്ലല്ലോ. അത് ശരി, നീ തന്നെ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയല്ലേ? നീ പഠിച്ചുയരങ്ങളിൽ എത്തണമെന്ന എന്റെ സ്വപ്നം. അത് ഞാൻ നിനക്ക് സാധിച്ചു തരില്ലേ മോളെ? ചേച്ചി, മോളും എല്ലാം കഴിച്ചോ? വാ, നമുക്ക് ആയിരപ്പറയിലേക്ക് പോ. വാ കല്ലു.
വാ എഴുന്നേറ്റ്. ബാല, നീ ഇങ്ങനെ ടെൻഷനടിച്ച് നടക്കാതെ വാ, നമുക്ക് പോയി നോക്കാം. ചാരുമോൾ ഒറ്റയ്ക്കല്ലേ പോയിരിക്കുന്നത്? ഞാൻ ചാരുമോളോട് പറഞ്ഞതാ ഗോവിന്ദ, അവളാ സമ്മതിക്കാത്തത്. കോളേജിൽ പോയി ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാ പോയത്. കല്യാണം കഴിഞ്ഞിട്ട് അവൾക്ക് സന്തോഷം എന്നുള്ളത് കിട്ടിയിട്ടില്ല. സന്തോഷം പോട്ടെ, സമാധാനമെങ്കിലും കിട്ടണ്ടേ ഗോവിന്ദ? ഒരു വശത്ത് ശാന്തപ്പനും കുഞ്ഞുമോളും, ഇപ്പതേ കല്യാണി. ചാരുമോൾക്കാണെങ്കിൽ അവളുടെ കൂടെ ഉള്ളവരെ വലിയ വിശ്വാസ. എന്നാ കൂടെ ഉള്ളവരോ അവളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ? എടി അശ്വതി, ഈ കാണാതെ പോയൊരു ഇല്ലാക്കുട്ടിയൊന്നും അല്ലല്ലോ അല്ലേ? ശരിക്കും ഒന്ന് അന്വേഷിക്കാൻ പറ. തള്ള മതില് ചാടിയതുപോലെ മോളും മതില് ചാടിയോന്ന്. അനാവശ്യ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ആ, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? വയസ്സറിയിച്ച പെണ്ണല്ലേ, കൂടെ കുറെ എണ്ണം പഠിക്കുന്നുണ്ടാവുമല്ലോ. അതിലേതെങ്കിലും ഒരുത്തൻ അവളെ വളച്ചിട്ടുണ്ടാവും. ആ, അല്ലെങ്കിൽ അവൾ അവനെ വളച്ചിട്ടുണ്ടാവും. ഫോണ് സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ അത് തന്നെ കാര്യം. പെൺകുട്ടികളെ മര്യാദയ്ക്ക് വളർത്തണം, അഴിഞ്ഞാടാൻ വിടരുത്. ഞാനും വളർത്തിയല്ലോ രണ്ടെണ്ണത്തിനെ, എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഇത് പാരമ്പര്യ. സ്വന്തം ഭാര്യ ജീവനോടിരിക്കുമ്പം വേറൊരുത്തിയെ വളച്ച് കല്യാണം കഴിച്ചിട്ട് അതിലൂടെ ഉണ്ടായ വിത്തല്ലേ? ആ, അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഓ, എന്റെ പൊന്നപ്പച്ചി, കുറച്ചു നേരത്തേക്ക് ആ കോളാമ്പി ഒന്ന് ഓഫ് ചെയ്ത് വെക്കും. അമ്മേ, അമ്മ ഇന്ന് പോയി തരാമോ പ്ലീസ്? ഹാ, ഞാൻ പറയുന്നതാണല്ലേ കുറ്റം? ഹാ, അവളുമാർക്ക് എന്തും ചെയ്യാം. അച്ഛാ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ചാരു വിളിച്ചോ? ഇല്ല.